നിയമമണ്ഡലത്തിൽ സജീവമായി മന്ത്രി വി ശിവൻകുട്ടി. LDF വികസന ജാഥയിൽ പങ്കെടുത്ത ശിവൻകുട്ടിക്ക് വൻ സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്. ഇത്തവണയും LDF-നായി ശിവൻകുട്ടി തന്നെ കളത്തിലിറങ്ങും. BJP-യുടെ അക്കൗണ്ട് പൂട്ടിച്ച നേമത്ത് ശിവൻകുട്ടിയല്ലാതെ മറ്റാര്? സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചെങ്കിലും മണ്ഡലത്തിൽ സജീവമാണ് മന്ത്രി. 900 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് അവകാശവാദം. കൂടെ മന്ത്രി എന്ന നിലയിൽ തിളങ്ങിയ ഇമേജും കൈമുതൽ. CPIM പൈനൈൻ ബ്രാഞ്ച്, CPIM ചാണിയറ ബ്രാഞ്ച്, CPIM പുതുപ്പുര ബ്രാഞ്ച്, CPIM വിദ്യാരാജ ബ്രാഞ്ച്, CPIM ചെങ്കള്ളൂർ, CPIM റോട്ടറി, CPIM മില്ല്, CPIM. ലോക്സഭയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിൽ പിന്നിലെങ്കിലും നിയമസഭയിൽ ശിവൻകുട്ടിയുടെ പ്രതിച്ഛായ മുതൽക്കൂട്ടാകുമെന്ന് CPM കണക്കുകൂട്ടുന്നു. നേമത്തെ മത്സരം സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധിക്കുമെന്നതിനാൽ പരീക്ഷണത്തിന് CPM-ഉം മുതിർന്നേക്കില്ല. അങ്ങനെയെങ്കിൽ നേമത്ത് തുടർച്ചയായ 4ാം തവണയും മത്സരിക്കാൻ ശിവൻകുട്ടി തന്നെ എത്തും. മണ്ഡലത്തിൽ CPM തന്നെ വിജയിക്കുമെന്ന് ശിവൻകുട്ടി. ഏതാണ്ട് 10ഓളം വരുന്ന പുതിയ പാലങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, പുതിയ IT, അതുപോലെ തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി പാലങ്ങൾ, റോഡുകൾ തുടങ്ങി 1000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഈ നിയമത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നമുക്ക് ഈ 4.25 വർഷക്കാലം കൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്ന കാര്യം ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. 2011-ലും 2021-ലും ജയിച്ച ശിവൻകുട്ടിക്ക് കാലിടറിയത് 2016-ൽ BJP-യുടെ O രാജഗോപാലിന് മുമ്പിലാണ്. അന്ന് UDF സ്ഥാനാർത്ഥിയുടെ വോട്ട് ഗണ്യമായി കുറഞ്ഞതായിരുന്നു പരാജയ കാരണം. 2021-ൽ K മുരളീധരനിലൂടെ കോൺഗ്രസ് വോട്ട് തിരികെ പിടിച്ചപ്പോൾ ശിവൻകുട്ടി വീണ്ടും നേമത്തെ MLA ആയി. ഇത്തവണ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരെ സ്ഥാനാർത്ഥിയായി BJP പ്രഖ്യാപിച്ചതിനാൽ ശക്തമായ മത്സരം ഉറപ്പ്. തുടർഭരണത്തിന് ഓരോ സീറ്റും നിർണായകമായതിനാൽ ശിവൻകുട്ടി തന്നെ നേമത്ത് CPM സ്ഥാനാർത്ഥിയായെത്തും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.